അപ്പോൾ അത് 3 മോഡലിലായിട്ട് അടിപൊളി അജ്രക്കിൻ്റെ ഷാൾ നൈറ്റികളാണ്. കോഫി ബ്രൗണ്, മെറൂണ്, നെവി ബ്ലൂ, റെഡ് കളറില്ല. ഈ 3 കളറുകളിലായിട്ട് 3 മോഡലിൽ 3 കളേഴ്സുകളിലാണുള്ളത്. അജ്രക്ക് ഈ കളറല്ലാത്ത ഇല്ലേന്ന് ചോദിച്ചതിനോട് ഒരു രക്ഷയില്ല. കട്ട് പീസിൻ്റെ നമ്മൾ റണ്ണിങ് മെറ്റീരിയലിൽ മാത്രമാണ് ഗ്രീന് ബ്ലാക്ക് ഒക്കെ വരുന്നത്. അല്ലാത്തതിൽ കോഫി ബ്രൗണ്, റെഡ്, മെറൂണ്, നെവി ബ്ലൂ ഈ 3 കളേഴ്സ് മാത്രമാണുള്ളത്. അജ്രക്ക് പ്രിൻ്റ് എന്ന് പറഞ്ഞാൽ അത് കോട്ടൺ തന്നെയാണ്. അല്ലാതെ അജ്രക്ക് എന്ന് പറഞ്ഞിട്ട് റയോണെന്ന് പോലെ വേറൊരു ടൈപ്പല്ല. പക്ഷെ അത് ഒന്നും കൂടെ GSM ഉള്ള കട്ടിയുള്ള അതുപോലെ അജ്രക്ക് പ്രിൻ്റ് എന്ന് പറയുന്നത്. ബാക്കിയുള്ള പ്രിൻ്റഡ് ടൈപ്പൊക്കെ ആകുമ്പോൾ പെട്ടെന്ന് പ്രിൻ്റ് കാര്യങ്ങൾ പോകും. അജ്രക്കാകുമ്പോൾ പെട്ടെന്ന് പ്രിൻ്റ് പോവില്ല. അതുപോലെ ഇത് ബ്ലൗസായിട്ടും ഷർട്ടായിട്ടും ചുരിദാറായിട്ടും നൈറ്റി ആയിട്ടും ബോയ്സിന് ജെൻസിന് ഷർട്ട് വരെ ആയിട്ട് ഇത് യൂസ് ചെയ്യുന്നുണ്ട്. ചെറിയ കുട്ടികൾക്ക് ഫ്രോക്കായിട്ട് യൂസ് ചെയ്യുന്നുണ്ട്. അങ്ങനെ ഏത് രീതിയിലും നമുക്ക് യൂസ് ചെയ്യാൻ പറ്റുന്ന ഒരു ഐറ്റം കൂടിയാണ് അജ്രക്ക്. ഇപ്പോഴത്തെ ട്രെൻഡിങ് ആയിട്ടുള്ള ഐറ്റം കൂടിയാണ്. ചെറിയ പിള്ളേരൊക്കെ ടോപ്പായിട്ട് ജീൻസിലേക്കൊക്കെ യൂസ് ചെയ്യുന്നുണ്ട്. അപ്പോൾ ഇത് ഷാൾ നൈറ്റി. ഈ പീസുകളുടെ പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ ഇത് ഷാൾ നൈറ്റി ആയിട്ട് യൂസ് ചെയ്യുക. അതുപോലെ നമുക്ക് ഇതിലേക്കൊരു പ്ലെയിന് കാലെടുത്തിട്ട് ടോപ്പും ഷാളും ആയിട്ട് അങ്ങനെ യൂസ് ചെയ്യുക. അതല്ലെങ്കിൽ ജീൻസിലേക്ക് ടോപ്പും ഷാളും ആയിട്ട് അങ്ങനെ യൂസ് ചെയ്യുക. അങ്ങനെ ഏത് രീതിയിൽ വേണമെങ്കിലും കൺവേർട്ട് ചെയ്യാം. ഇതൊന്നും റോയൽ ബ്ലൂ അല്ല, നേവി ബ്ലൂ, മെറൂണ്, അതുപോലെ കോഫി ബ്രൗൺ ഈ 3 കളേഴ്സുകളാണുള്ളത്. പെരുന്നാളിനൊക്കെ കൂടുതൽ പേരും ചോദിക്കാറുള്ളത് ഷാൾ നൈറ്റിയാണ്. കോട്ടണിലുള്ള ഷാൾ നൈറ്റി കിട്ടിയിട്ടില്ല, അജ്രക്കിലുള്ളത് കിട്ടിയിട്ടുള്ളൂ. കോട്ടണിലുള്ളത് ഓൾഡ് സ്റ്റോക്ക് ഒരു 3-4 പീസ് ഇതിലുണ്ട്. അതുപോലെ 320 ഷാൾ നൈറ്റി കിട്ടിയിട്ടില്ല, 290. 320 ഷാൾ നൈറ്റി ആകെ ഒരു ഒറ്റ പ്രാവശ്യമാണ് നമുക്ക് ഇതുവരെ ആയിട്ട് കിട്ടിയിട്ടുള്ളത്. ഇപ്പം ഇതിലേതെങ്കിലും പീസുകൾ വേണമെന്നുണ്ടെങ്കിൽ നമുക്ക് ഹോൾസെയിലായിട്ട് കൊടുക്കണം എന്നുണ്ടെങ്കിൽ മിനിമം 10 പീസ് എടുക്കണം. അല്ലാതെ 1-2 പീസ് വേണ്ടവർക്ക് അങ്ങനെ എടുക്കാം. ഹോൾസെയിലായിട്ട് കിട്ടണം എന്നുണ്ടെങ്കിൽ മിനിമം 10 പീസ് എടുക്കണം. 10 പീസ് എടുത്താലും 30 പീസ് എടുത്താലും ഷിപ്പിംഗ് ചാർജ് 100 രൂപയാണ് വരിക. 1-2 പീസാണ്. ഒരു 3 പീസ് വരെ ഷിപ്പിംഗ് 60 രൂപ വരും. 1 പീസായാലും 3 പീസായാലും ഷിപ്പിംഗ് 60 വേണം. ഷിപ്പിംഗ് ഫ്രീ അല്ല. അതുപോലെ ക്യാഷ് ഓൺ ഡെലിവറി ഇല്ല. അതേപോലെ തന്നെ ഹോൾസെയിലായിട്ട് 10 പീസിൽ കുറഞ്ഞ് തരൂല. 10 പീസ് നിങ്ങൾക്ക് ഇഷ്ടമുള്ള മോഡൽ എടുക്കാം. എന്താ വെച്ചാൽ ഒരേ മോഡൽ 3 കളർ എടുക്കണമെന്നോ അതുപോലെ ഒരേ മോഡൽ തന്നെ എടുക്കണമെന്നോ. ഇനിയിപ്പോൾ ഒരു എക്സാമ്പിൾ പറയണമെങ്കിൽ അജ്രക്കിൻ്റെ 290 പീസ്, കോട്ടൻ്റെ 290 പീസ്, കോട്ടൻ്റെ 320 പീസ്, ഈ ഷാൾ നൈറ്റി ഇതെല്ലാം കൂടി മിക്സ് ചെയ്തിട്ട് 10 പീസ് എടുത്താൽ മതി. അല്ലാതെ ഓരോ മോഡലിൽ 10 പീസ് എടുക്കണം എന്നുള്ള നിർബന്ധമില്ല. അതുപോലെ എംബ്രോയ്ഡറിനൊക്കെ വേണ്ടവർക്ക് അതും സ്റ്റോക്ക് ഉണ്ട്. പെരുന്നാളിൻ്റെ ഒരുവിധം കാര്യങ്ങളൊക്കെ നമ്മൾ തുടങ്ങിക്കഴിഞ്ഞ്. നിങ്ങളുടെയൊക്കെ എന്തായി ഇപ്പോൾ? കാരണം ഭയങ്കര ചൂടാണ് ഇപ്പോൾ. അപ്പോൾ ഇനി നോമ്പും കൂടി ആകുമ്പോൾ എന്താവും അവസ്ഥ എന്നുള്ളതൊരു ഐഡിയ ഇല്ല. അപ്പോൾ അതുകൊണ്ട് ഇപ്പോൾ കുറച്ച് സ്റ്റിച്ച്. കാരണം ചില മോഡലുകൾ നമുക്ക് കാണുമ്പോൾ തന്നെ ആരും എടുക്കുന്നു ഉറപ്പുള്ള ചില തുണികളുണ്ടാവും. അപ്പോൾ അങ്ങനെയുള്ള തുണികളൊക്കെ നോക്കിയിട്ട് കുറച്ച് സ്റ്റിച്ച് ചെയ്ത് വെക്കും. എന്നാലും തികയാത്തതിന് ലാസ്റ്റ് പിന്നെ നമ്മൾ റെഡിമെയ്ഡ് എടുക്കുകയാണ് ചെയ്യാറുള്ളത്. ഇനി റെഡിമെയ്ഡ് വേണ്ടവർക്ക് അത് തരാം. പക്ഷേ ഷാൾ നൈറ്റ് റെഡിമെയ്ഡ് ഇല്ല. അതുപോലെ അജ്രക്കിൻ്റെ അല്ലാത്ത കോട്ടൻ്റെ മെറ്റീരിയലിലാണ് റെഡിമെയ്ഡ് ഉണ്ടാവുക. കൂടുതലും അതാണ് സ്റ്റോക്ക് വരാറുള്ളത്. അപ്പോൾ അത് നല്ല ക്ലോത്തിൽ അവർ സ്റ്റിച്ച് ചെയ്യുന്നതാണ്. എംബ്രോയ്ഡറിനൊക്കെ വെച്ചിട്ട് നമ്മൾ സ്റ്റിച്ച് ചെയ്യേണ്ടതല്ല. ഞാൻ സ്റ്റിച്ച് ചെയ്തിട്ട് ഞാൻ ഹോൾസെയിലായിട്ട് കൊടുക്കാറില്ല. റീറ്റെയിലായിട്ട് ഒരുപാട് ഓർഡറുകളുണ്ട്. അപ്പോൾ പിന്നെ അതിൻ്റെ ഇടയിൽ കൂടെ അതിന് സമയം ഉണ്ടാവില്ല. പിന്നെ നമ്മളെ കൂടെ ഉള്ളവർക്കും അതിന് താല്പര്യമില്ല. അപ്പോൾ അവരുടെ താല്പര്യം കൂടി മാനിക്കാതെ എനിക്കൊന്നും ചെയ്യാനും പറ്റില്ല. കാരണം ഞങ്ങൾ 12 വർഷമായി ഈ ഒരു ബിസിനസ്. 12 അല്ല, ഇപ്പോൾ ഈ ഒരു വർഷം കൂടി കൂടുമ്പോൾ 13 വർഷമായി സ്റ്റാർട്ട് ചെയ്തിട്ട്. അപ്പോൾ ഇതുവരെ ബുദ്ധിമുട്ട് കാര്യങ്ങൾ പ്രശ്നങ്ങളൊന്നും ഇല്ലാതെ പോയതാണ്. അപ്പോൾ ചില കാര്യങ്ങൾക്ക് വേണ്ടിയിട്ട് നമ്മൾ ആ സന്തോഷങ്ങൾ മാറ്റി വെക്കാൻ പറ്റില്ല. അതുകൊണ്ട് ആ ഒരു കാര്യത്തിനോട് ഞാൻ താല്പര്യം കാണിക്കാത്തത്. നമുക്കായാലും ഒന്ന് ചെയ്യുമ്പോഴാണ് ഒന്നിന് വളാവുക എന്ന് പറയും. പക്ഷെ എന്ന് വെച്ചിട്ട് ചീക്കാൻ പറ്റണ്ടല്ല, നമുക്ക് ചീക്കാൻ പറ്റുള്ളൂ. അപ്പോൾ ഇൻഷാ അല്ലാഹ് എല്ലാവരുടെയും വിവരങ്ങൾ പറയാം. നിങ്ങൾ എന്തൊക്കെയാണ്, എങ്ങനെയൊക്കെയാണ്, ഇനി എന്തുകൊണ്ടാണ് സെയിലായി പോടില്ല എന്നുള്ള തോന്നുന്ന പീസുകളാണ് നിങ്ങളെ കയ്യിലുള്ളതെന്നുണ്ടെങ്കിൽ എന്ത് ചെയ്യുക, ആ ഒരു പീസിന് അതിൻ്റെ അതേ കളറ് ബ്ലൗസ് പീസ് കാര്യങ്ങളൊക്കെ വെച്ചിട്ട് അതിന് കയ്യിന് പൈപ്പിങ് കൊടുക്കുക, നെക്കിൻ്റെ അവിടെ ഒരു വെറൈറ്റി കൊടുക്കുക. അങ്ങനെയൊക്കെ ആക്കി നമ്മൾ മിക്സ് ആൻഡ് മാച്ച് സ്റ്റിച്ച് ചെയ്യുന്ന പോലെ വെറൈറ്റി ആക്കിയിട്ട് സ്റ്റിച്ച് ചെയ്ത് വെക്കുക. അപ്പോൾ ഏത് വേണ്ടാന്ന് പറയുന്നവരും അത് വേണം. ചില മെറ്റീരിയൽ നമുക്ക് മെറ്റീരിയലായിട്ട് കാണുമ്പോൾ വലിയ ഭംഗി ഉണ്ടാവില്ല, പക്ഷെ സ്റ്റിച്ചാക്കി വരുമ്പോൾ അടിപൊളിയാവും. അപ്പം അങ്ങനെ വെറൈറ്റി കാര്യങ്ങളൊക്കെ ട്രൈ ചെയ്യുക. അതിൻ്റെ കൂടെ നിങ്ങളെന്ത് ക്വാളിറ്റിയിൽ ഒരിക്കലും നനച്ചുള്ളി പണീൻ്റെ അവസാന ഘട്ടം മിനുക്ക് പണിയിലാണ്.
അപ്പോൾ അതും ഇതും എല്ലാം കൂടെ കൂട്ടിച്ച് കലർന്നൊരു പരിപാടിയാണ്. അപ്പോൾ ഇപ്രാവശ്യം മിഞ്ഞാന്ന് ഞാൻ മെറ്റീരിയൽ എടുത്തിട്ടില്ലായിരുന്നു, ആൽഫൈനും മാത്രം എടുത്തിട്ടുള്ളായിരുന്നു. അപ്പോൾ ഇന്നാണ് ഇപ്പോൾ ഇതെടുത്തത്. ഇന്നലെ എടുത്തതുകൊണ്ടാണ്, ഇന്നലെ വൈകുന്നേരം എടുത്തതാണ്. ബുധനാഴ്ച, തിങ്കളാഴ്ച, ശനിയാഴ്ച ഈ 3 ദിവസങ്ങളിലാണ് ഞാൻ മെറ്റീരിയൽ എടുക്കാറുള്ളത്. ഞാൻ മെറ്റീരിയൽ എടുക്കാറുള്ളത് എൻ്റെ കസിൻ്റെ ഷോപ്പൊക്കെ എടുക്കുമ്പോൾ ആ കൂട്ടത്തിൽ എടുപ്പിക്കേണ്ടതാണ്. കസിന് എനിക്ക് ഫോട്ടോ അയച്ചു തരും, അപ്പോൾ മോഡൽ പറഞ്ഞു കൊടുക്കും, അങ്ങനെയാണ് എടുക്കാറുള്ളത്. ഷോപ്പിലൊക്കെ പോകുമ്പോൾ ഇതിനേക്കാളും റേറ്റൊക്കെ കുറഞ്ഞിട്ട് എനിക്ക് കിട്ടുന്നുണ്ടാവും. പക്ഷേ അപ്പോൾ എനിക്ക് ഒരുപാട് കാര്യങ്ങൾ മിസ്സാവും. ഇപ്പോൾ ഇതെനിക്ക് ഇങ്ങനെ കളറ് ഒപ്പിച്ച് അങ്ങനെ എടുക്കണം എന്നില്ല. എനിക്ക് ഇഷ്ടപ്പെട്ട മോഡൽ എടുക്കുക, ഇഷ്ടമുള്ള അത്ര പീസുകളാക്കിയിട്ട് എടുക്കാം. അതിനൊക്കെ ഒരുപാട് ബെനിഫിറ്റുകളുണ്ട്. അപ്പോൾ അതൊക്കെ ഇല്ലാതാവും. പിന്നെ നമ്മൾ എടുക്കാനും ഇതിനൊക്കെ പോകുമ്പോഴുള്ള ചിലവും ഈ ഷോപ്പുകളിലേക്കുള്ള പൈസൻ്റെ കുറവും നോക്കുമ്പോൾ കുറവായിട്ടൊന്നും തോന്നണില്ല. ഇപ്പോൾ പിന്നെ നോമ്പും കൂടി ആയപ്പോൾ എല്ലാത്തിനും പോലെ തന്നെ മെറ്റീരിയലിനും വില കൂടിയിട്ടുണ്ട്. 6 രൂപ 7 രൂപ ഓരോ പീസുമ്മൽ കൂടിയിട്ടുണ്ടെന്ന് പറഞ്ഞ്. അപ്പോൾ ഇനി നോമ്പാകുമ്പോൾ പ്രത്യേകിച്ച് ഇനിയിപ്പോൾ സീസൺ ആവുകയാണല്ലോ, അപ്പോൾ ആ കൂട്ടത്തിൽ എന്തായാലും കൂടുന്നുള്ള കാര്യം ഉറപ്പാണ്. അപ്പോൾ ആർക്ക് എന്ത് സാധനം കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ അതിൽ ക്വാളിറ്റി ഉറപ്പ് വരുത്തുക. അതുപോലെ നിങ്ങളെ കൊണ്ട് കഴിയുന്ന അത്രയല്ല, കഴിവിൻ്റെ പരമാവധി സ്റ്റിച്ചിങ്ങിലും കാര്യങ്ങളിലും നല്ല വൃത്തിയും ഭംഗിയും കൊണ്ടുവരാൻ നോക്കുക, വെറൈറ്റിയും കൊണ്ടുവരാൻ നോക്കുക, ട്രെൻഡിൻ്റെ കൂടെ കളിക്കുക. കണ്ടാൽ എടുക്കാൻ തോന്നുന്ന രീതിയിലുള്ള മെറ്റീരിയൽസ് സെലക്ട് ചെയ്യുക. അതിൻ്റെ കൂടെ നമ്മളെ ഈ കുഞ്ഞു ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. ഇടയ്ക്കിടയ്ക്ക് നിങ്ങളങ്ങനെ ഒന്ന് മോട്ടിവേഷൻ ചെയ്യാം, നമ്മളെ കൊണ്ടാവേണ്ട നമ്മളും ചെയ്യാം. അതുപോലെ ഞാൻ എൻ്റെ വീഡിയോനെ കുറിച്ചുള്ള നിങ്ങളെ അഭിപ്രായങ്ങൾ അതെന്തെന്നായാലും കമൻ്റായിട്ട് രേഖപ്പെടുത്തുക. ബാക്കി കാര്യങ്ങളൊക്കെ ഈ നമ്പറിൽ വാട്സപ്പിൽ മെസ്സേജ് അയച്ചാൽ മതി, അതിൽ പറഞ്ഞുതരാം. നിങ്ങളുടെ സംശയങ്ങളും കമൻ്റായിട്ട് തന്നെ പറയാം, അതിന് റിപ്ലൈ ഇടാം. അപ്പോൾ നമ്മളെ വീഡിയോ കണ്ടതിന് താങ്ക് യു. നിങ്ങളുടെ ഫാമിലിക്കും ഫ്രണ്ട്സിനും ഒക്കെ ഷെയർ ചെയ്യാനും മറന്നു പോകരുത്. താങ്ക് യു.